എൻ്റെ പൊന്നു ചേട്ടായി കുറച്ച് ബോഡിയും ഫിറ്റ്നസ് ഒക്കെ ഉണ്ട് വിചാരിച്ചിട്ട് നിൻ്റെയൊക്കെ ഒരു ഉപ്പൂപ്പാൻ്റെ പ്രായം ഉണ്ടാവും ആ സെക്യൂരിറ്റിക്കാരന്. ഈ സെക്യൂരിറ്റിക്കാരെന്താണ് വെറുതെ പോയിരിക്കാന്ന് എൻ്റെ വിചാരം? എനിക്കെൻ്റെ പേഴ്സണലി എൻ്റെ വ്യക്തിഗതമായ ജീവിതത്തിൽ എനിക്കറിയാം ഒരാളെ ദൈനംദിന ജീവിതത്തിൻ്റെ റൂട്ടീന് വേണ്ടിയിട്ട് മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ ഒരു സ്വർണ്ണക്കടക്ക് മുമ്പിൽ രാത്രി ഉറക്കം വഹിച്ചിട്ട് സെക്യൂരിറ്റി കാവൽപദം അലങ്കരിക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരൻ എനിക്കറിയാം, പേഴ്സണലി അറിയാം. ഇവരെല്ലാം തികഞ്ഞിട്ട് അവിടെ പോയിരിക്കല്ല. ഓൾമോസ്റ്റ് 80% ഈ സെക്യൂരിറ്റിക്കാരിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും കൂടുതൽ ഭാഗവും. ഇനിയിപ്പോൾ അവിടെ ആ ഒരു സെക്യൂരിറ്റിക്കാരൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിഗതമായ പേഴ്സണലി ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കില്ല. അദ്ദേഹം ഏതൊരു കടക്കാണോ അല്ലെങ്കിൽ ഏതൊരു ഷോപ്പിനാണോ സെക്യൂരിറ്റി ഇരിക്കുന്നത് ആ ഷോപ്പിന്റെ ഉടമ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളായിരിക്കും നിന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അതിനിങ്ങനെയൊക്കെ മെക്കെട്ട് കയറാൻ തന്നാലോ? പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, വലിയവരോടൊക്കെ മുതിർന്നവരോടൊക്കെ വയോവൃദ്ധതയിൽ കഴിയുന്നവരോടൊക്കെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മര്യാദയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും പെരുമാറാൻ പഠിക്കുക. അതാണ് ഒരു ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ വിജയം. ചെറിയവരെ സ്നേഹിക്കുക, വലിയവരെ ബഹുമാനിക്കുക, അടിസ്ഥാന നിയമമാണത്. എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തൂടെ? മനുഷ്യരല്ലേ നാം, മൃഗങ്ങളൊന്നും അല്ലല്ലോ.